ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെങ്ങനെ ഹാർപ്പിക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഹാർപ്പിക്കിൻ്റെ കിറ്റ്, ലൈസോള്, ഡിഷ് വാഷ് ഇതിൻ്റെയൊക്കെ കിറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹാർപ്പിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കിറ്റ് മേടിച്ചിട്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഹാർപ്പിക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ള വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് 2 കിറ്റ് എടുത്തിട്ടുണ്ട്. കിറ്റ് എടുക്കാൻ കാരണം ഒരു കിറ്റ് ഇച്ചിരി ഒത്തിരി പഴകിയതാണ്, ചെയ്യാൻ വെച്ചിട്ട് മറന്നുപോയതാണ്. അപ്പം നമുക്ക് എപ്പോൾ വേണം ചെയ്താൽ മതി. അപ്പം അത് കുറച്ച് നാൾ ബാക്കിലോട്ട് ആയതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ 2 കിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ കിറ്റിലും നമുക്ക് 4 ലിറ്റർ ഡിഷ് വാഷല്ല ഹാർപ്പിക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിൽ അതായത് സ്ലറി ഉണ്ട്, അതിൻ്റെ ആവശ്യത്തെ പൊടികളും കളറ്, മണം, എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഒരു കിറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ സെറ്റോടെ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് കുറച്ച്, അതായത് ഒരുപാട് നമ്മളിപ്പോൾ പുറത്തുനിന്നൊരു 2 ലിറ്റർ മേടിക്കുന്ന പൈസ മതി, നമുക്ക് 4 ലിറ്റർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല, ഒരു കഷ്ടപ്പാടോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് വേണ്ടത് നല്ലൊരു വൃത്തിയുള്ളൊരു ബക്കറ്റും അളവിന് നമ്മളിപ്പോൾ എന്തെടുത്താലും മതി കേട്ടോ. ഞാൻ ഈ ഒരു കുപ്പിയാണ് അളവിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതൊന്ന് മിക്സ് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തടിയുടെ ഒരു സാധനമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. തടിയുടെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. സ്റ്റീലൊക്കെ ആകുമ്പോൾ അതൊരു സ്റ്റീൽ സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു നമ്മുടെ കുറച്ച് ലീക്കാണ് കേട്ടോ ഈ സ്ലറി. ആ ഒരു കുപ്പി കുറച്ച് നാളായതുകൊണ്ട് കുപ്പി പൊട്ടി കുറച്ച് സ്ലറി മിക്സ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ചെയ്യാൻ കരുതി അടപ്പെടുത്ത് താഴെ വെക്കാൻ നോക്കിയപ്പോൾ ബക്കറ്റിൻ്റെ ഉള്ളിൽ സാധനങ്ങളെല്ലാം കൂടെ പോയി. അപ്പോൾ അതെല്ലാം ഞാൻ പറക്കി വെക്കട്ടെ. എന്നിട്ട് നമ്മൾ അളന്ന് തന്നെ കൃത്യമായ അളവിൽ തന്നെ നമ്മൾ ഈ ഒരു സാധനം ചെയ്യാനായിട്ട് ഐറ്റംസ് എടുക്കുമ്പോൾ വെള്ളം എടുക്കാൻ ശ്രമിക്കുക. കാരണം കുറച്ച് അങ്ങോട്ട് കൂടിപ്പോകാൻ പാടില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത് കേട്ടോ. കൂടരുതെന്ന് പറയാനുള്ള കാരണം പിന്നെ പച്ചവെള്ളവും ഹാർപ്പിക്കും തമ്മിൽ പിന്നെ യാതൊരു വ്യത്യാസം ഇല്ലാതായിപ്പോവും. നമുക്ക് ഇച്ചിരി കുറുകിയിരിക്കണ്ടേ, കുറുകിയാണ് സാധാരണ ഹാർപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് കുറുക്കലും കാര്യങ്ങളും വേണം. ആ ഒരു രീതിയിലും ഒരുപാട് നമ്മളിപ്പോൾ 8 ലിറ്റർ നമുക്ക് വീട്ടാവശ്യത്തിനാണ് എങ്കിൽ 8 ലിറ്ററിന് പകരം ഒരു കിറ്റ് 4 ലിറ്റർ കേട്ടോ. ഇപ്പോൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ 1 ലിറ്ററും കൂടെ നമുക്ക് ഒഴിച്ചെടുത്ത് 5 ലിറ്റർ ഇട്ട് ഉണ്ടാക്കാം. അല്ല, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൃത്യമായ അളവുകൾ തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് സെയിൽ ചെയ്യാൻ കൊടുക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞാനൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം. നമ്മുടെ അതായത് ഒരു വട്ടം നമ്മുടെ കയ്യിൽ നിന്ന് ഹാർപ്പിക്കിൻ്റെ കിറ്റോ ലൈസോളിൻ്റെ കിറ്റോ മേടിച്ച് ഉപയോഗിച്ചവരാരെ ആരും തന്നെ പിന്നെ കടയിൽ പോയി ഹാർപ്പിക്ക് മേടിക്കില്ല. ഇത് മേടിച്ച് കിറ്റ് തന്നെ ഉപയോഗിക്കുക. അവർക്ക് കുറേ നാൾ യൂസ്ഫുൾ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റിനകത്ത് ഇങ്ങനെ 2 പാക്കറ്റുകൾ വരും. ഇതാണ് നമ്മുടെ, അതിൻ്റെ ഉള്ളിലൊരു കല്ലുപ്പ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് കൽക്കണ്ട് പോലത്തെ ഒരു സാധനം. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. അത് വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ തൊടുമ്പോൾ ഭയങ്കര ചൂട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ എല്ലാ സാധനവും കിറ്റിനകത്ത് നമ്മുടെ മണം, നിറം, പൊടികൾ, കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും മാറ്റി നിർത്തി ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മക്കൾ സ്കൂളിൽ പോയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ശ്വസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റിനുള്ളിൽ കല്ലുപ്പ്, അതായത് കൽക്കണ്ട് പോലത്തെ ഒരു വെള്ള സാധനമുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കൈ വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ നല്ല നീറ്റലും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഗ്ലൗസ് കീറിപ്പോയോണ്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാഞ്ഞത്. അപ്പോൾ ഞാനത് സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അറിയാം, അതനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഗ്ലൗസ് മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞാനപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് കല്ലുപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടെന്ന്. ആ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ, വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 10 to 20 സെക്കൻഡ് ഇങ്ങനെ ഒരേ റൊട്ടേഷനിൽ ഇങ്ങനെ കലക്കി അത് മിക്സ് ചെയ്യാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ
ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കയ്യിലൊന്നും അതിൻ്റെ ഒരു പൊടിയോ തരികളോ ഇരിക്കില്ല, എന്നാൽ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മൾ മുഖം കൊണ്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കാതിരിക്കുക, കാരണം അതൊരു ആവി പോലൊരു സംഭവം ഇങ്ങനെ വരും. അതുകൊണ്ട് മാക്സിമം മാറി നിന്ന് ചെയ്യാൻ നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്ലറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഒരു സ്ലറി നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. 2 ബോട്ടിലിരിക്കുന്നത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 8 ലിറ്റർ വെള്ളത്തിനകത്താണ് 2 ബോട്ടിൽ, അതായത് 1 ലിറ്റർ സ്ലറി ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് ഏതെങ്കിലും പാത്രം, അതായത് കരി പിടിച്ച് ഇളക്കാൻ പറ്റാതെ അത്രയ്ക്ക് ഇരിക്കുവാണെങ്കിൽ, അതായത് അത്രയ്ക്ക് ആ പാത്രം നല്ല പാത്രമാണ്, കരി പിടിച്ച് നമ്മൾ ഈ ചായയൊക്കെ വെക്കുമ്പോൾ കരിക്കറയൊക്കെ പിടിച്ച് ഒട്ടിപ്പിടിച്ച് കഴുകുമ്പോൾ തേച്ചാലും പോകാത്ത സാധനം ഉണ്ടെങ്കിൽ ഈ ഒരു സ്ലറി മാത്രം ഉപയോഗിച്ച് നിങ്ങൾ വൃത്തിയാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പാത്രം നല്ല രീതിക്ക് വൃത്തിയായി പുതിയ പാത്രത്തിൻ്റെ കണക്ക് കിട്ടും കേട്ടോ. ആ ഒരു സംഭവമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കും ഒക്കെ മാറുന്നതിനുള്ള സംഭവമാണ് ഈ സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലറി മാത്രം തേച്ച് പാത്രങ്ങളോ നിങ്ങൾ അഴുക്ക് പോകാത്ത ഇരിക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ സിങ്കോ കാര്യങ്ങളൊക്കെ തേക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടും. ആ ഒരു കാര്യം കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു തേനിൻ്റെ ഒരു കുറുക്കമൊക്കെ നമുക്ക് വരും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ എനിക്ക് ഒരു 10-25 സെക്കൻഡോളം നമ്മളിത് നല്ല രീതിക്ക് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇളക്കാൻ ഒരു 10-25 സെക്കൻഡോളം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു പതയും കൂടെ പോയി പത നമുക്കൊരു 2 ദിവസം നമ്മൾ ഈ ഒരു സാധനങ്ങളെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ പതയും കാര്യങ്ങളൊക്കെ അടഞ്ഞോളും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഒരു പൊടി ഉപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അത് ഇരിപ്പുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് തട്ടിക്കൊടുത്ത ശേഷം അത് മിക്സ് ചെയ്യുക, നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതും കൂടി നമ്മൾ തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കുറുക്കം കിട്ടും കേട്ടോ. അതായത് ഇപ്പം ഇരിക്കുന്ന ഒരു തേൻ്റെ ഒരു കട്ടിയായിരിക്കും, അതിൻ്റെ അകത്തൂടെ ഈ ഒരു പൊടിയും കൂടെ ഇടുമ്പോഴേക്കും നല്ല രീതിക്ക് കുറുക്കും കാര്യങ്ങളും വരും. അതും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയാം, ഒരു പാക്കറ്റിൽ 4 ലിറ്റർ വെള്ളം ചേർത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഞാനിപ്പോൾ 2 പാക്കറ്റാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ 8 ലിറ്റർ വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ തിക്നെസ്സും കട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു എന്താ പറയുക, നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഹാർപ്പിക്കിൻ്റെ നിറമാണ് വെച്ചേക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഒരു 1-2 മിനിറ്റ്സ് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് മനസ്സിലാകത്തില്ല, ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ ആ ഒരു കട്ടി മനസ്സിലാവും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിറം വെച്ചിട്ടുണ്ട്, ഹാർപ്പിക്കിൻ്റെ നിറം വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഈ ഒരു സാധനം 2 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കണം. കണ്ടോ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് താഴെ പോയി കേട്ടോ. ഒരു വിധത്തിൽ ഞാനത് എടുത്ത് നിറമൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം മിക്സ് ചെയ്ത സാധനം നമുക്ക് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു നിറം ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കൊടുക്കാം. നിറം മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ല, നമുക്ക് എടുക്കുന്ന സമയത്തും മിക്സ് ചെയ്ത് നിറവും മണവും മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെ നിറം മിക്സ് ചെയ്ത് 2 മണിക്കൂർ 48 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ മണം ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിക്ക് നിറം മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാർപ്പിക്കിൻ്റെ അതേ നിറം തന്നെയാണ്, അതേ മണം തന്നെയാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ ചേർക്കുന്നത്. ഈ മണവും കാര്യങ്ങളും ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത ശേഷം 2 ദിവസം മാറ്റി വയ്ക്കുക. ഇതല്ല ഇപ്പം നിറം ചേർത്തില്ലെങ്കിൽ നമ്മൾ മണം 2 ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മണവും ചേർത്ത് നിറവും ചേർത്തെടുത്താൽ മാത്രം മതി. അപ്പം മണവും വെച്ച് നമ്മൾ 2 ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കാൻ പോവുകയാണ്. അതായത് പൊടിയോ കാര്യങ്ങളൊന്നും വീഴാണ്ട് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ബക്കറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം എടുക്കുന്നതാണ്. നമുക്ക് തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ഹാർപ്പിക്ക് പക്ക റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി മണം കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ചെയ്യുമ്പോഴേക്കും നല്ല തെളിഞ്ഞ് നല്ല കട്ടിയിൽ നമുക്ക് ഹാർപ്പിക് കിട്ടിയിട്ടുണ്ട്. മണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യരുത്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മൾ ബോട്ടിലാണോ ആക്കേണ്ടത് ബോട്ടിലാക്കി സൂക്ഷിക്കാം. അല്ല എന്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കുന്നത് അതിനകത്തോട്ട് ഒഴിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. നമ്മുടെ കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹാർപ്പിക് ഉണ്ടാക്കുന്നതെന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റ് മേടിക്കുന്നവരുടെ ഇത് കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഹാർപ്പിക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം, അത് എത്ര അളവിൽ വേണം എന്നൊക്കെ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇതും ഉണ്ടോ മണം നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ല. ഇത് ഹാർപ്പിക്ക് ചെയ്യാൻ എടുത്തപ്പം തൊട്ട് തന്നെ കയ്യിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതും കൂടെ മണം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലോട്ട് മാറ്റുകയാണ്. ഞാനൊരു 10 ലിറ്ററിൻ്റെ വെള്ളം മേടിക്കുന്ന ബോട്ടിലിനകത്തോട്ടാണ് ഒഴിച്ചു വെക്കുന്നത്. നമ്മൾ ആവശ്യക്കാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും സബും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഒരു ഹാർപ്പിക് ഉണ്ടാക്കാൻ എത്ര അളവിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അതുപോലെ നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് എത്ര അളവിലാണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലൊക്കെ വന്ന് സംശയം ചോദിക്കുന്നവരുണ്ട്. അവരോടും കൂടെ പറയുന്നതാണ്. നമ്മുടെ അതായത് യൂട്യൂബിനകത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്. അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടെ ഞങ്ങളെ നേരെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു എണ്ണമയം പോലെ മേളിൽ കിടക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് മിക്സ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബോട്ടിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും അതായത് ഹാർപ്പിക്ക്, ഹോം മെയ്ഡ് സോപ്പ്, ഡിഷ് വാഷ്, കംഫർട്ട്, സോപ്പ് പൊടി ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.